പ്രവാസികൾ രാഷ്ട്രീയത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും എല്ലാം ഇപ്പോഴും ഇപ്പോഴും ഒരു ഒറ്റപ്പെട്ടവരാണ്. അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് ചരിത്രം, ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം പഠിക്കുന്നവർക്കും പ്രത്യേകം അറിയാം. ഈ നമ്മളിത്രയും നോർക്ക റൂട്ട്സ് പോലെ ഗവൺമെൻറ് കരുതലോടെ വെക്കുന്ന കുറേ ആനുകൂല്യങ്ങളിൽ പ്രവാസികളും ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനത്തു നിന്ന്, ഒരു സബ് നാഷണൽ ഗവൺമെൻറ്റിൻ്റെ പശ്ചാത്തലം നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ പോലും കേരളത്തിൻ്റെ പൊതുചർച്ചകളിൽ നിന്നും രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ നിന്നെല്ലാം, അല്ലെങ്കിൽ മാനിഫെസ്റ്റോകളിൽ നിന്ന്, ഇലക്ഷൻ മാനിഫെസ്റ്റോകളിൽ നിന്ന് പോലും പ്രവാസികൾ എന്തുകൊണ്ട് ഒതുക്കപ്പെടുന്നു എന്നുള്ളത് പഠന വിധേയമാക്കേണ്ട കാര്യമാണ്. പഠനങ്ങൾ ഇപ്പോഴും CDET മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാലത്താണ് ഇത്തരം പഠനങ്ങൾ പല വിഷയങ്ങളും ഒന്നും കൂടി പഠിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2000 പ്രവാസിലോകം തുടങ്ങുന്നവർ 2004 പ്രവാസി സംഘം എന്ന് പറയുന്ന റിട്ടേണിംഗ് മൈഗ്രൻസ് ഓർഗനൈസേഷനെ CPM കണ്ടെത്തുന്നവരെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കം ഇവർ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. ഇവരൊരിക്കലും പരാമർശമായിരുന്നില്ല. അത് തന്നെയാണ് തുടരുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും. രാഷ്ട്രീയ വോട്ട് ബാങ്ക് ആകാതെ ഇത്രയും മനുഷ്യരും അവരെ പ്രതിനിധാനം ചെയ്യുന്ന കുടുംബങ്ങളുടെയും എണ്ണം എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ എത്രയുണ്ടാവും? ഇന്ത്യയിൽ ഏറ്റവും ചിന്തിക്കുന്ന, കരുതലുള്ള, വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ സംസ്ഥാനത്ത് തന്നെ ഇത്രയും വലിയ ഭാഗധേയം വോട്ടർ പട്ടികയിലുള്ള വരാൻ സാധ്യതയുള്ള ആ വിഭാഗത്തെ എങ്ങനെ ഇവർക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നു? ഇപ്പോഴും ഏതൊരു ചിരിക്ക് വേണ്ടി പറഞ്ഞതായിരിക്കാം, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗൾഫ് എന്ന് പറയുന്നത് ഇപ്പോഴും പണം ഭരിക്കാനുള്ള ഒരു ഏരിയ മാത്രമാണ്. അതേ രീതിയിലേക്ക് താഴ്ത്തപ്പെടുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളും ഗൾഫിൽ പ്രത്യേകിച്ച്. അവർക്കൊന്നും പ്രവാസിയുടെ വിഷയങ്ങളിൽ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട പല ചർച്ചകളിലോ തീരുമാനങ്ങളിലോ നയരൂപീകരണങ്ങളിലോ പങ്കെടുക്കാതെ പോകുന്ന കാലയളവും ഞാൻ കണ്ടു കഴിഞ്ഞ 25 വർഷങ്ങളുടെ ഇടയിൽ. ഇതും വിധേയമാക്കേണ്ടത്, പഠിക്കേണ്ടതാണ്. ഇവരെല്ലാം ഇങ്ങനെ അലംഭാവം കാണിക്കുകയും ഇത്തരം ചർച്ചകളെ ജനമധ്യത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഈ മനുഷ്യർ നിസ്സഹായതയുടെയും അവഗണനയുടെയും ഭാഗമായി തന്നെ തുടരേണ്ടി വരും. ഉക്രൈൻ വാറുണ്ടാകുമ്പോഴാണ് കണക്ക് കൂട്ടുന്നത് ഉക്രൈനിൽ പഠിക്കാൻ പോയ വിദ്യാർത്ഥികൾ എത്രയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൽ കണക്കില്ല, കേരള ഗവൺമെൻറ്റിൽ കണക്കില്ല. അപ്പോഴാണ് കാണുന്നത് ഒരു എക്സോഡസ് ഉണ്ടാകുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ, വളർത്തുനായ അടക്കം, കുറേ കഥകൾ ഉണ്ടാക്കാൻ എന്തും എടുക്കാം മാധ്യമങ്ങൾക്ക്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഈ വിദ്യാർത്ഥി കുടിയേറ്റം നടക്കുന്ന കാരണങ്ങളെക്കുറിച്ചോ, അവർ പോകുന്ന രാജ്യങ്ങളെക്കുറിച്ചോ, അവിടെ ലഭിക്കുന്ന കോഴ്സുകളെക്കുറിച്ചോ, അവർക്ക് അവിടെ ചെയ്യേണ്ടുന്ന ജോലികളെക്കുറിച്ചൊന്നും ഒരു ചർച്ചയും ഉണ്ടാകാതെ, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മാത്രം ക്യാമറ തുറക്കുകയും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മാത്രം അന്ത്യചർച്ച നടത്തുകയും ചെയ്യുന്ന നിലവാരത്തിലേക്ക് അധപതിച്ചിരിക്കുകയാണ്. ഉക്രൈൻ വാറുണ്ടാകുമ്പോഴാണ് അന്വേഷിക്കുന്നത് എത്ര പേരവിടെ പോയിട്ടുണ്ട്, എന്താണ് അവിടുത്തെ വിഷയങ്ങൾ എന്നുള്ളത്. ഈ രീതിയിൽ വിദ്യാഭ്യാസ കുടിയേറ്റം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലയളവ് നമ്മളിപ്പോൾ ജസ്റ്റ് പാസ് ചെയ്തോളൂ. കാരണം ഇപ്പോൾ ട്രംപിൻ്റെ വരവോടുകൂടിയും അതിന് തൊട്ട് മുമ്പും വലതുപക്ഷ ശക്തികൾ പല രാജ്യങ്ങളിലും, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഈ ഗവൺമെൻറ്റുകൾ മാറിയവരുടെയും UK അടക്കം പോളിസി മാറുന്നതിൻ്റെയും കുടിയേറ്റ വിരുദ്ധ വികാരം മുമ്പൊന്നും ഇല്ലാത്ത വിധം ലോകത്തെല്ലാം പടരുന്ന സമയത്ത് വിദ്യാഭ്യാസ കുടിയേറ്റത്തെക്കുറിച്ച് ഒരു കരുതലായ ചർച്ചയും നടക്കുന്നുമില്ല, പഠിക്കുന്നുമില്ല, നടപടികൾ സ്വീകരിക്കുന്നുമില്ല. കേരള ഗവൺമെൻറ് ഒരു പരിധിവരെ പഠിക്കാനെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കാതലായ മാറ്റം കൊണ്ടുവരേണ്ട കേന്ദ്ര ഗവൺമെൻറ് നടപടികളൊന്നും ഇപ്പോഴും സ്വീകരിച്ചില്ല. ഇപ്പോഴും നമ്മുടെ ഉണ്ടാകുന്ന പുതിയ രേഖയിൽ പോലും, കുടിയേറ്റ രേഖയിൽ പോലും വിദ്യാർത്ഥികൾ പോകുന്നത് വെറും പഠിക്കാനാണെന്നുള്ള ധാരണയില്ല. ഈ വിദ്യാർത്ഥികളെല്ലാം പോകുന്നത് പഠിക്കുക മാത്രമല്ല, ഈ പോകുന്ന രാജ്യങ്ങളിൽ എന്തെങ്കിലും ഒരു ജോലി ലഭിക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ മനുഷ്യരൊക്കെ കടലെടുക്കുന്നത്. അവർക്ക് കൃത്യമായ ബോധവൽക്കരണവും കൃത്യമായ മാർഗനിർദ്ദേശവും നൽകേണ്ട ചുമതല നമുക്കുണ്ട്. അത് മുഴുവൻ ഈ പറഞ്ഞ റെക്കോർഡിക്കലല്ലാത്ത രേഖകളുള്ള ആയിരക്കണക്കിന് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഏജൻസികളുടെ ബാധ്യതയിലേക്ക് മാത്രം ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഈ കുട്ടികളെ മുഴുവൻ ഇങ്ങനെ കടൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ അതിന് കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ടൂറുകൾക്ക്, വിനോദയാത്രകൾക്ക് വേണ്ടി കുറേ കമ്പനികൾ ഇറങ്ങിയിരിക്കുന്നത്. വിദ്യാഭ്യാസ കുടിയേറ്റത്തിന് ഭയങ്കരമായ പ്രത്യാഘാതങ്ങളുണ്ട്.
അത് ഓരോന്നോരോന്നായിട്ട് തിരിച്ചടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ കുട്ടികൾ എടുത്തിട്ട് പോയിട്ട് ലോണുകൾ അവർ പണയം വെച്ചിരിക്കുന്ന ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ആകെയുള്ള സ്വത്ത്, അതിനെല്ലാം ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ഈ പോയ കുട്ടികൾ എത്ര പേര് അതിൽ തിരിച്ചു വരും? ആ കുട്ടികൾ ഈ നമ്മുടെ രാജ്യത്തിന് നൽകുന്ന സംഭാവന എന്തായിരിക്കും? ഈ പഠിച്ച് നേടുന്ന അറിവുകളും അവർക്കുണ്ടാവുന്ന സമ്പാദ്യമെല്ലാം ഈ നാട്ടിലേക്ക് തിരിച്ചു വരുമോ? ഇങ്ങനെയുള്ള കുറേ കൂടെയുള്ള ചോദ്യങ്ങൾ ഉയർത്തേണ്ട സമയം കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. തുടരേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അതിൻ്റെ ഒരു ഡിക്ലൈനേഷൻ ഈ പോകുന്ന നമ്പറിലും ഈ പോയ കുട്ടികൾക്കുണ്ടായ വിഷയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓരോന്ന് പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കെയർ സെക്ടറിലേക്ക് പോയ കുട്ടികൾക്ക് UK ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ, കാനഡയിൽ പോയി പഠിക്കാൻ പോയ കുട്ടികൾ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ ഒഴിവുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ആ കഠിന ശൈത്യത്തിൽ 100 കുട്ടികൾ ക്യൂ നിൽക്കുന്ന ഫോട്ടോയും, കാനഡയിൽ തന്നെ അവരുടെ ഡൊമസ്റ്റിക് യാത്ര ഇതിൽ ഇന്ത്യക്കാരൻ കാണിച്ചു കൂടുന്ന വികൃതിത്തരങ്ങളും, അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന ട്രംപ് ഭരണകൂടം ഉണ്ടാക്കിയിരിക്കുന്ന കൈവലങ്ങ് അണിയിച്ചു വരെ അൺഡോക്യുമെൻറ്റഡ് ആയ മനുഷ്യരെ പട്ടാള വിമാനങ്ങളിൽ ഒരു പരിഗണനയും നൽകാതെ 24 മണിക്കൂറും 36 മണിക്കൂറും നാമമാത്രമായ ഭക്ഷണം മാത്രം നൽകിക്കൊണ്ടിട്ട് ഒരു പരിഗണനയും കൊടുക്കാതെ മനുഷ്യരെ കന്നുകാലികളെ പോലെ തിരിച്ചു കൊണ്ടുവരുന്ന ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുടിയേറ്റ വികാരം എമ്പാടും ശക്തി പ്രാപിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം രാജ്യങ്ങളിലേക്ക് പഠിക്കാനെന്ന പേരിൽ പോകുന്ന കുട്ടികളെ കുറിച്ചുള്ള ആശങ്ക ആരാണ് തുടങ്ങി വെക്കേണ്ടത്? ഗവൺമെൻറ്റുകളാണോ, മാധ്യമങ്ങളാണോ?